അവരെയും ഞങ്ങളൊക്കെ എല്ലാവിധ ഷറുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവിധ സിഹർ, ആഫത്ത്, മുസീബത്ത്, സാഹിര്യങ്ങൾക്കുള്ള സെയർ, ആസിദീങ്ങളെ അസ്ദ്, വാലിബീങ്ങളെ ഉൽബ്, മുസ്ലിങ്ങളെ ഫസാദ്, മുഫ്തിരീങ്ങൾക്കുള്ള ഫിത്ര, ആയുധാവിൻ്റെ അദാവത്ത്, മുത്തുദീങ്ങൾക്കുള്ളതായ ബിദ്അത്ത്, കള്ള ത്വരീഖത്തുകൾ, കള്ള ശേഖന്മാർ, അവരൊക്കെ ഷർറത്തൊട്ട് ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെയും ഈ നാട്ടുകാരെയും ഈ ദർസിനെ സഹായിക്കുന്ന എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ പള്ളി ദർസിൽ കൂടി വന്നവരാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് നയിക്കാനും ഇനിയും ഇവിടെ പള്ളി ദർസിൽ നിന്ന് വളർന്നു വരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരാവശ്യമാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, ഇതാണ് യഥാർത്ഥ ദീൻ എന്നുള്ളത്. അതിവിടെ സംരക്ഷിക്കപ്പെടണം. അത് ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനാണ് നമ്മൾ ആശയത്തിനൊക്കെ ആദർശത്തിനൊക്കെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. ആദർശവും ആശയമൊക്കെ വലുത് തന്നെയാണ്. ആ നിലക്ക് മുതഅല്ലിമീങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ആദർശവും ആശയവും ഒക്കെ ശരിക്കും പഠിക്കുക. ശറഈയാവുന്ന ഉലൂമുകൾ ഉസ്താദിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പഠിക്കുന്നതിനോട് കൂടെ തന്നെ ഉസ്താദിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ചു കൊണ്ടിട്ട് മറ്റുള്ള ഭൗതികമാവുന്ന അറിവുകളും നമ്മൾ പഠിക്കുക. ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരം, അതോടൊപ്പം പുണ്യമായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം ഈ മാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാസം മുഴുവനും പുണ്യമായ മാസമാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ മാസത്തിലുള്ള ഓരോ ദിവസങ്ങളെയും അത് ദീനിൻ്റെ ശിയാറുകളാണ്. ആ ദിവസങ്ങളൊക്കെ ആ ദീനിൻ്റെ ശിയാറുകളെ ആദരിക്കുക, ബഹുമാനിക്കുക. അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും അതിനെ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ അത് പ്രധാനപ്പെട്ട ദിക്റുകളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ദിക്റുകളായതുകൊണ്ട് അത് ഏത് മൗലിദുകളും അങ്ങനെ തന്നെ മഹാന്മാരോട് ബന്ധപ്പെട്ട അവരുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ, അതൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, അത് ഗദ്യരൂപത്തിലാവട്ടെ പദ്യരൂപത്തിലാവട്ടെ, അത് ദിക്റുകൾ തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഏത് ഭാഷയിലുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ ഈ സ്റ്റേജിൽ വെച്ച് കുട്ടികൾ നടത്തിയാലും അതൊക്കെ ദിക്റ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ് ദീനിൻ്റെ ശിയാറുകളെ തഅ്ളീം ചെയ്യണം എന്നുള്ളത്. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട ആ ജന്മദിനം അത് ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട ഒരു ദിവസമാണെന്ന് നബി കൽപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ബഹുമാനിക്കണം. റബീഉൽ അവ്വലിലുള്ള 12 നമ്മൾ ബഹുമാനിക്കണം. റബീഉൽ അവ്വൽ മുഴുവൻ ദിവസങ്ങളിൽ നമ്മൾ ബഹുമാനിക്കണം. അതിനെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകളുണ്ടാവും. ചില ദിവസങ്ങളിൽ ആ ഇബാദത്തുകളെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകളെ കൊണ്ടോ ദിക്റുകളെ കൊണ്ടൊക്കെ അതിനെ ബഹുമാനിക്കണം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലി ആവുല റക്അത്തൈൻ, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്ന നബിയെന്ന്. ഉടനെ ജിബ്രീൽ പറഞ്ഞു, ഹാദാ ബൈത്തുലഹ്മീൻ, ഇത് ബത്തുലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഈസന ഇവിടെയാണ് പ്രസവിക്കപ്പെട്ടത്. അപ്പം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആ ബത്തുലഹമിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ്. അതിന് മുമ്പൊരു പ്രത്യേകത ഇല്ലായിരുന്നു.
അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീൻ്റെ ഷിയാറിൽപ്പെട്ട ഒരു ഷിയാറായി മാറി. അപ്പോൾ അതിനെ ബഹുമാനിക്കേണ്ട ഒരു രൂപം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. സ്വല്ലിയാവുനാളക്കാലത്ത് ചിലയിടത്ത് അങ്ങനെയാണ് ഈ കാര്യം ബഹുമാനിക്കൽ. മൂസാ നബിക്ക് നുബുവത്ത് നൽകപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത സ്ഥലം തൂർ സീനാ പർവ്വതത്തിൻ്റെ താഴ്വരയാണ്. മദിയന്ന് മൂസാ നബി കുടുംബവും വരുമ്പോൾ ആ തൂർ സീനാ പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ നേരെ ഇരുട്ടായി. കുടുംബത്തിനോടും ഒപ്പമുള്ള സഹയാത്രികനോടും മൂസാ നബി പറഞ്ഞു, കുസുവാഹു, ഞങ്ങൾ ഇവിടെ നിൽക്കിയെന്ന് പറഞ്ഞു. ഫൈനി ആനസ്തുനാറല്ല അല്ലി ആത്തിക്കും മിൻഹാബി ഖബസ് ഔ അജിദു അലന്നാനിഹുദ. ഞാൻ വെളിച്ചം കാണുന്നുണ്ട് ആ മരൻ്റെ ഭാഗത്ത് നിന്ന്. സ്വാഭാവികമായിട്ടും മരൻ്റെ ഭാഗത്ത് വെളിച്ചം ഉണ്ടായാൽ അവിടെ ആളുകൾ ഉണ്ടാവുന്നു. കാരണം സദ്യയിലേക്കുള്ള ക്ഷണമായിട്ടാണ് ആ വെളിച്ചത്തിനെ കണക്കാക്കപ്പെടേണ്ടത്. അപ്പോൾ അവിടെ ആളുകൾ ഉണ്ടാവും എന്നുള്ള നിലക്ക് മൂസാ നബി പറഞ്ഞു, ഞാനത് അവിടുന്ന് വെളിച്ചം വാങ്ങി വരാം, അതല്ലെങ്കിൽ അവിടെ ഈജിപ്തിലേക്ക് വഴി അറിയണതായ ഗൈഡുകളുണ്ടാവും, അവരോട് വഴി ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കൂട്ടി വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മൂപ്പര് കേൾക്കണ ശബ്ദം എന്താ? യാ മൂസ ഇന്നി ഞാൻ അള്ളാഹ്, മൂസയെ ഞാൻ അള്ളയാണെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ആ തജല്ലി നൂറ് അവിടെ പ്രദേശപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫഖ്ലൈനഅലൈഖ്, മൂസയെ നീ ചെരുപ്പിൽ ഒരിക്കുവാന്ന്. അവിടെ അങ്ങനെയാണ് ബഹുമാനിക്കാൻ കൽപ്പിച്ചത്. കാരണം പറഞ്ഞെന്താ? ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, ഈ തുവ എന്ന് പറയുന്ന ഈ വിശുദ്ധമായ തായ്വരയിലാണ് മൂസേനിയുള്ളത്. അപ്പോൾ ആ തായ്വരനെ ബഹുമാനിക്കേണ്ടത് അതൊരു പ്രത്യേകത ഒന്നും ഇല്ലായിരുന്നു. അള്ളാഹുവിൻ ഈ ലോകത്ത് വെച്ച് നൽകപ്പെടുന്ന ബഹുമതികളിൽപ്പെട്ട ഏറ്റവും വലിയ ബഹുമതിയാണ് നുബുവത്ത്. അൽ ഹിബത്തുൻ റബ്ബാനിയത്തുൻ യഹബ്ബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി. അതാണ് നുബുവത്ത്. അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പ്രത്യേകമായും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് നൽകുള്ളൂ. അങ്ങനത്തെ അള്ളാഹുവിൻ്റെ ഒരു ഹിബത്താണ്, ദാനാണ്, ഒരു ബഹുമതി ആണത്. ആ ഏറ്റവും വലിയ ബഹുമതി നൽകപ്പെടാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഇതാണ് മൂസ. അതുകൊണ്ട് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ സ്ഥലത്തിനെ നീ ബഹുമാനിക്കണം. ഫഖ്ലൈന അലൈക്ക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന്. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളെ ചില ദിവസങ്ങളൊക്കെ ഏതെല്ലാം സംഗതികളെ കൊണ്ടാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പറയപ്പെട്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പ് എടുക്കണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പ് എടുക്കാൻ വേണ്ടി കൽപ്പിച്ചതുകൊണ്ട്. അപ്പം അങ്ങനെ പറയപ്പെട്ടതിന് ആ നിലക്ക് ബഹുമാനിക്കാം. അങ്ങനെ പറയപ്പെടാത്തതും ദീൻ്റെ ഷിയാറുകളുണ്ടാവും. ഇപ്പോൾ റബീഉൽ അവ്വൽ 12 അത് ദീൻ്റെ ഷിയാറിൽപ്പെട്ട പ്രധാനപ്പെട്ട ഷിയാറാണ്. അപ്പം അതിന് നമ്മൾ ധന്യമാക്കേണ്ടത് ആ ദിവസത്തിൽ ഇബാദത്തുകളെ കൊണ്ട് തന്നെയാണ്. ആ ഇബാദത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹിൻ്റെ മൗലിദ്. ഞാൻ പറഞ്ഞല്ലോ, ഗദ്യരൂപത്തിലാവട്ടെ പദ്യരൂപത്തിലാവട്ടെ ഏത് ഭാഷയിലാവട്ടെ അന്ന് ഉള്ള ഭക്ഷണ വിതരണം തുടങ്ങിയ ആഹ്ലാദ പ്രകടനങ്ങളുണ്ടല്ലോ, ശരഅ അനുവദിക്കുന്ന രൂപത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ. എന്തെങ്കിലും കോമാളി കളിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ കോമാളികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ശരഅ അനുവദിക്കുന്നതായ രൂപത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അതൊക്കെ ആ ഇബാദത്തിൽപ്പെട്ട, അതൊക്കെ നമുക്ക് ഇബാദത്തായി കൊണ്ട് മാറ്റാനും കഴിയും. അപ്പോൾ എന്തോ ആവട്ടെ, അങ്ങനത്തെ ഒരു പുണ്യമായ മാസത്തിലോ ദിവസങ്ങളിലോ ഒക്കെയാണ് നമ്മളുള്ളത്. അതാണ് നമ്മളൊരു സന്തോഷം. മറ്റൊന്ന്, ഇവിടെ നടക്കപ്പെടുന്ന ദർസ്, ആ ദർസിൻ്റെ 40 കഴിഞ്ഞു, 41 വാർഷിക ആയിരിക്കും. അതോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തപ്പെടുന്ന അവരുടെ വിവിധ കലകൾ, അത് പ്രസംഗങ്ങളുണ്ടാവുക, കഥാപ്രസംഗങ്ങളുണ്ടാവുക, പാട്ടുകളുണ്ടാവുക, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് നമ്മളെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇവരൊക്കെ പിന്നീട് ഈ സമൂഹത്തിലേക്ക് ഈ സമുദായത്തിലേക്കൊക്കെ നേതൃത്വം നൽകേണ്ടവരാണ്. അപ്പോൾ അവർ നേതൃത്വം നൽകാൻ അവർക്ക് ആവശ്യമാവുന്ന അതിൻ്റെ കലകളെ അവർക്ക് നമ്മൾ പഠിപ്പിക്കണം. ആ കലകളിൽ അവരെ നമ്മൾ എന്താവണമെന്ന് അറിയോ, ഉയർത്തിക്കൊണ്ടുവരണം അവരുടെ വാസന അനുസരിച്ച്. അത് വിശുദ്ധ ദീനിന് ഉപകരിക്കുന്നതായ ഒരു കാര്യമാണ്. ആ നിലക്കും ഇതൊരു പുണ്യമായ ഒരു കർമ്മത്തിന് വേണ്ടി. അപ്പോൾ ദർസിൻ്റെ വാർഷികം ഇതുപോലുള്ള പ്രകടനങ്ങൾ, പിന്നെ കലാപരിപാടികളുടെ അവതരണം എന്ന നിലക്ക് ഇതും വളരെ പുണ്യമായ സംഗതികളാണ്. അപ്പോൾ ഈ പുണ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മജ്‌ലിസുകളായതുകൊണ്ട് ഈ മജ്‌ലിസുകളൊക്കെ വളരെ പുണ്യമായ മജ്‌ലിസുകളാണ്.
വളരെ ബഹുമാനമുള്ള മജ്‌ലിസുകളാണ്, മുബാറക്കായ മജ്‌ലിസുകളാണ്. ഈ മജ്‌ലിസുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ ഈ കളറാന്തിരി ദർസ് അത് ഇങ്ങനെ ഈ പ്രദേശത്തൊക്കെ പല ദർസുകളെ പറ്റി കേൾക്കാറുണ്ട്. മുമ്പൻ ഞാൻ കിതാബ് ഓതി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കളറാന്തിരി ദർസിനെ പറ്റി കേട്ടു. ഇവിടെ പഠിച്ചിരുന്ന പലരും എൻ്റെ സുഹൃത്തുക്കളുണ്ടായി. അപ്പോൾ അവരൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ കളറാന്തിരിയാണ്, പൊന്മള ഫരീദ് മുസ്ലിയാരുടെ ദർസിലാണെന്നൊക്കെ പറയും. അപ്പോൾ ആ കാലം മുതൽ തന്നെ ഈ രാജ്യത്തിനെ പറ്റിയും ഇവിടുത്തെ ദർശനെ പറ്റിയും ഈ പ്രദേശത്തുകാർക്കുള്ള, നിങ്ങളെ ഈ കളനാന്തിരി മാത്രമല്ല, ഇതിനോട് ബന്ധപ്പെട്ട പല പ്രദേശങ്ങൾ നിങ്ങൾക്കൊക്കെ ദീനിനോടുള്ളതായ ഒരു ആവേശം, വിശുദ്ധമായ ഇൽമിനോടുള്ളതായ നിങ്ങളൊരു സ്നേഹം, ഇൽമിൻ്റെ ആളുകളോടുള്ള സ്നേഹം, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനത് ഭക്ഷണത്തിന് പോകുമ്പോൾ ഉമർ മുസ്ലിയാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ മുസ്ലിയാരും വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചൊക്കെ, ഈ നാട്ടുകാരെ സംബന്ധിച്ച് കുട്ടികൾക്കും ഉസ്താദന്മാർക്കുമൊക്കെ ഭക്ഷണം കൊടുക്കാനും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഒക്കെ തയ്യാറുള്ളതായ ഒരു സ്വഭാവം, അതൊരു പാരമ്പര്യ സ്വഭാവ ഗുണങ്ങളാണ്. നമ്മളങ്ങനെയുള്ള അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് നൽകുമ്പോൾ അവരിൽ അല്ലാഹു പ്രത്യേകമായി പരിഗണിച്ച ഒന്നാണ് അവരെ കുടുംബ പശ്ചാത്തലം. അതെന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ലാ തുഅ്ത ഹാദിഹി നുബുവ ഇല്ലൽ കാമിലീന ഫിൽ അഖ്ലാഖ് എന്ന നുബുവത്താവുന്ന ഈ പദവിനെ നൽകപ്പെടില്ല ഇല്ലൽ കാമിലീന ഫിൽ അഖ്ലാഖ്, എല്ലാ സ്വഭാവ ഗുണങ്ങളിലും പൂർണ്ണന്മാരാവണം എന്ന. അപ്പോൾ എല്ലാ സ്വഭാവം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളുണ്ട്. അങ്ങനെയാണ് റസൂൽ പറഞ്ഞല്ലോ, ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ചില കുടുംബങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടാവും. ചില കുടുംബങ്ങളെ പ്രത്യേകമായി കൊണ്ട് ഹദീസിലൊക്കെ അവരെ പ്രശംസിച്ച് പറഞ്ഞതായി കാണാം. അത് ചില കുടുംബങ്ങൾ അവർക്കുള്ള ഒരു മാന്യമായ സ്വഭാവ ഗുണങ്ങളുണ്ടാവും. കുടുംബങ്ങൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിച്ചു പോകുന്നു. ഇപ്പം കളവ് പറയാൻ പാടില്ല തുടങ്ങിയ പല, അത് ശരീഅത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പരസ്പരം സഹായിക്കണം, പാവപ്പെട്ടവരോടും കൃപയും അരിവൊക്കെ വേണം. അങ്ങനെ മാനുഷികമായി സ്വീകരിക്കപ്പെടേണ്ടതായ ഉന്നതമാവുന്ന ചില സ്വഭാവ ഗുണങ്ങൾ അത് പൂർണ്ണമായി കൊണ്ടും പുലർത്തിപ്പോരുന്ന, അത് സംരക്ഷിച്ചു പോരുന്ന ചില കുടുംബങ്ങളുണ്ടാവും. അതാണ് റസൂൽ പറഞ്ഞത്, ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ. ഇസ്ലാമിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ വെച്ച് പുലർത്തിപ്പോരുന്ന ആളുകൾ ഖിയാറും, അവർ ഇസ്ലാമിലേക്ക് വന്നാലും ആ നന്മകളൊക്കെ അവരിലുണ്ടാവും. പിന്നെ അവർ പണ്ഡിതന്മാരാവാൻ പറ്റുന്നതായ സ്വഭാവ ഗുണമുള്ള, അതിന് പറ്റിയ തബിയത്തുമായിരിക്കും. തബിയത്ത് അത് വേറെ സംഗതി. അപ്പം എന്തോ ആയാലും, അപ്പോൾ ഈ സ്വഭാവ ഗുണങ്ങൾ പരമ്പരാഗതമായി ലഭിക്കപ്പെടണം. ചില സ്വഭാവങ്ങളൊക്കെ അതൊരു കുടുംബ മഹിമയാണത്, കുടുംബത്തിനൊക്കെയുള്ളൊരു മഹത്വമാണ്. ആ ഉയർന്ന കുടുംബത്തിൽ ജനിക്കുമ്പോൾ അവരിൽ നിന്ന് മാന്യതയ്ക്ക് നിരക്കാത്ത സ്വഭാവങ്ങളോ ഗുണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർ എന്തെങ്കിലും ഒരു വാഗ്ദത്തം ചെയ്താൽ അത് പാലിക്കപ്പെടും. അവരിൽ നിന്ന് അത് കളവ് പറയില്ല. അവരെ മക്കളോട് ഉപദേശിക്കല്ലതായിരിക്കും, കളവ് പറയാൻ പാടില്ല. ഒരാളോടൊരു വാഗ്ദത്തം ചെയ്താൽ അത് പാലിക്കപ്പെടണം. തർക്കിക്കുമ്പോൾ മോശമായ സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെ രഹസ്യം അത് നമ്മൾ മുഖേന അത് പരസ്യമാക്കരുത്. ഇങ്ങനത്തെ ഒരുപാട് നന്മകൾ പുലർത്തിപ്പോഴുന്ന കുടുംബങ്ങൾ അത് ഇസ്ലാമിക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ആളുകളിലും അതുണ്ടാവും, മുസ്ലിങ്ങളിലും ആ സ്വഭാവ ഗുണങ്ങളുണ്ടാവും. അപ്പം എന്നതുപോലെ പരമ്പരാഗതമായി ഈ രാജ്യത്തുള്ള നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഒരു ഗുണമാണത്.
അത് പണ്ഡിതന്മാരെ സ്നേഹിക്കുക, ഇൽമിനെ സ്നേഹിക്കുക, ഇൽമിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഉന്നതമാവുന്ന ദർസ് ബഹുമാനപ്പെട്ട നമ്മളെ സുഹൃത്ത് ഉമർ മുസ്ലിയാരുടെ നേതൃത്വത്തിലായിട്ട് നടക്കപ്പെടുന്നത്. ആ ദർസിലെ വിദ്യാർത്ഥികൾക്ക് ആത്മീയമാവുന്ന ഉലൂമുകൾ നമ്മൾ നൽകുന്നതിനോടൊപ്പം തന്നെ ശരീഅത്ത് എതിർക്കാത്ത ഉലൂമുകളും നമ്മൾ പഠിപ്പിക്കണം. കാരണം ഇൽമിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാന. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു എല്ലാ അറിവും പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ അറിവും പഠിപ്പിച്ചു കൊടുത്തു. എന്താ ഈ സംശയം? ഈ ലോകത്തുള്ള എല്ലാ ടെക്നോളജി വരെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് ആദം നബിൻ്റെ മക്കൾ ആ ടെക്നോളജി രണ്ട് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തിയത്. അമ്പിയാവ് ഔലിയാവും ഒക്കെ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തി. ഇന്ന് നമ്മൾ കാണുന്ന ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വികസിപ്പിച്ചെടുത്ത ഈ ടെക്നോളജി അവരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഈ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല. റസൂല ബഹിരാകാശ സഞ്ചാരം നടത്തിയില്ലേ, അത് ആരെങ്കിലും നിർമ്മിച്ച എന്തെങ്കിലും പേടകത്തിലാണോ? അല്ല. അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചൊരു വാഹനം ഉണ്ടാവുക, ഇല്ലാതിരിക്കുക. അതൊരു ഇലാഹിയാവുന്നതായ ഒരു സംവിധാനമായിരുന്നു. അതുപോലെ സമുദ്രത്തിൻ്റെ മേലെ തോണിയും കപ്പലും ഒന്നും ഇല്ലാതെ അവർ നടന്നില്ലേ. അത് ഇന്ന് കപ്പലും ഉപയോഗിച്ചിട്ടോ മറ്റുള്ള ബോട്ട് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ നടക്കണം. നമ്മളും നടക്കും, അവരും നടക്കും. പക്ഷെ അവരെ നടത്തും നമ്മളെ നടത്തും വ്യത്യാസമുണ്ട്. അവർ ഇലാഹിയാവുന്ന അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടക്കണം. ആകാശത്ത് കൂടി നമ്മളും പറക്കുമല്ലോ. പക്ഷെ നമ്മൾ പറക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറക്കാൻ്റെ വാഹനം നമുക്കുണ്ടാവണം. ആ വാഹനം ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തു. അതാണ് വിമാനം എന്ന് പറയുന്നതും അതുപോലത്തെ പിന്നെ വാഹനങ്ങളൊക്കെ. എന്നാൽ അവരും പറഞ്ഞില്ലേ ആകാശത്തിൽ കൂടി. അവർ പറഞ്ഞത് ഇങ്ങനത്തെ ഇത് ഉപയോഗിച്ചിട്ടാണോ? അല്ല. അവർ ഇലാഹിയ ലോകത്തുള്ള വിവരങ്ങളെപ്പറ്റി അവർ പറഞ്ഞില്ലേ. ഫോണില്ലാത്ത കാലത്ത് വയറുള്ള ഫോണും വയറില്ലാത്ത ഫോണൊന്നുമില്ല. അവരുപയോഗിച്ചതായ പ്രത്യേകമാവുന്ന ഇലാഹിയായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ അവർ എല്ലാം ഇങ്ങനെ അള്ള അറിയിച്ചു കൊടുത്തിട്ട് പറയാന്നുള്ളതല്ല. അറിയിച്ചു കൊടുക്കാതെ ഇവിടെ ആരും ഒന്നും പറയില്ല, നമ്മളൊന്നും പറയില്ല, കണ്ടും പറയില്ല, കാണാതെയും പറയില്ല. അള്ള അറിയിച്ചു കൊടുത്തിട്ട് തന്നെയാണ്. പക്ഷേ അവർ ചില മാധ്യമങ്ങൾ അവരുപയോഗിക്കും. അങ്ങനെയാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ അമേരിക്കയുടെ വാർത്തമാനം നമ്മൾക്ക് അറിയണമെങ്കിൽ എന്താ കാരണം? അത് മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അമേരിക്കയിലുള്ള വിഷയങ്ങൾ ഇങ്ങനത്തെ മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ പറയണവരില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തുവിയത്തിൽ അറുതു കുല്ലുഹ അല്ലെങ്കിൽ സുവിയത്തിൽ അറുതു കുല്ലുഹ, എല്ലാം പോലെ കുടക്കിയില്ല റസൂലുള്ള പറഞ്ഞത്. അപ്പം അതെന്തോ ആവട്ടെ, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുകയല്ല. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ശാസ്ത്ര സാങ്കേതികമായി ഇന്ന് വികസിപ്പിച്ചെടുത്തതും ഇനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും വികസിപ്പിക്കാൻ പോകുന്നതുമായ ഏതെല്ലാം അറിവുകളുണ്ടോ ഇതൊക്കെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. കാരണം എന്തുകൊണ്ട്? ഇതിന് പറ്റിയ ഒരു വിഭാഗം മനുഷ്യരാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മലായിക്കത്തിൽ പഠിപ്പിച്ചു കൊടുത്തുള്ളത്. അപ്പം അത് അങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകില്ല. അപ്പം ഏതായാലും ആ നിലക്ക് വിശുദ്ധമാവുന്നതായ ഇൽമ് അത് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ശരീഅത്തിൻ്റെ ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് അതിലധിഷ്ഠിതമായ നിലക്കാവണം മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ മക്കളെ സംബന്ധിച്ചു. എന്നാലേ ഈ മക്കൾ സമുദായത്തിന് ഉപകരിക്കുള്ളൂ, രാജ്യത്തിന് ഉപകരിക്കുള്ളൂ, കുടുംബത്തിലേക്ക് ഉപകരിക്കും. അപ്പം അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഈ ബഹുമാനപ്പെട്ട ഈ ദർശനിക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള ഭൗതികമാവുന്ന കാര്യങ്ങളും പഠിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളും അതിൻ്റെ സഹായങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധമാവുന്നതായ ഇൽമ്, ആ ഇൽമിനെ അഭ്യസിപ്പിക്കപ്പെടാതെ നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അതിൽപ്പെട്ടൊരു മാർഗമാണ് പള്ളി ദർസ് എന്ന് പറഞ്ഞത്. പള്ളി ദർസിലേക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു ഭൗതികമാവുന്നതായ ഒരു ചെലവൊന്നും ഇല്ലാത്ത നിലക്ക് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമാവുന്ന എല്ലാ വിവരവും നൽകാൻ കഴിയുന്ന ഒന്ന്. മറ്റൊന്ന്, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലൊരു ദർസ് എന്ന് പറഞ്ഞത് നാട്ടിലുള്ള വലിയ പ്രായം കൂടിയവർക്കും ദീനിയായ നിലക്ക് ഉപകരിക്കും, ചെറുപ്പക്കാർക്ക് ഉപകരിക്കും, ചെറിയ കുട്ടികൾക്ക് ഉപകരിക്കും, വീട്ടിലുള്ളതായ ആളുകൾക്കും പെണ്ണുങ്ങൾക്കും ഉപകരിക്കും. അതാണല്ലോ ദർസിൻ്റെ സ്വഭാവം. പണ്ടൊക്കെ ദർസ് ുള്ള വലിയ മുതാലിമീങ്ങളെ കൂടെയായിരിക്കും നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ. അപ്പം അവരെ കൂടെയുള്ള ആ സുഹബത്ത് കൊണ്ട് ഇതാ കുന്ത ഫീ ഖൗമിൻ ഫസ്വാഹിബ് ഖിയാറഹും അപ്പം എവിടെയാണെങ്കിലും നമ്മൾ സഹവസിക്കേണ്ടത്, നമ്മൾ സഹകരിക്കേണ്ടതും നമ്മൾ കൂടേണ്ടതും നല്ലവരോടാണ്. അപ്പോൾ വലിയ മുത്താലിമീങ്ങളായിട്ട് നാട്ടിലുള്ള ചെറുപ്പക്കാർ കൂടുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കപ്പെടുന്നതായ ആത്മീയമാവുന്ന അറിവുകളും മറ്റുള്ളതായ കാര്യങ്ങളെ കൊണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് വിവരങ്ങളുണ്ടാവും. ചെറിയ കുട്ടികളോട് ചെറിയ കുട്ടികൾ കൂടുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ദർസിൽ നിന്നും മനസ്സിലാക്കിയതായ ഇബാദത്തിൻ്റെ രൂപങ്ങളും മറ്റും ആ നമ്മളെ ചെറിയ കുട്ടികളിലേക്കും അത് പകരും. മറ്റൊന്ന്, കുട്ടികൾ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരുമ്പോൾ വീട്ടിലുള്ള ഉമ്മമാർക്കും മറ്റുമൊക്കെ പല മസാലകളും കുട്ടികളോട് ചോദിച്ച് പഠിക്കാം. അത് കുട്ടികൾക്ക് വിവരമില്ലെങ്കിൽ അവർ ഉസ്താദിനോട് പോയി ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതോടൊപ്പം കുട്ടികൾ പറഞ്ഞില്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ചെലവ് മോശമാക്കുന്ന ആളുകളുണ്ട്. അപ്പം അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം കുട്ടികൾ പഠിച്ച് വലുതായിട്ടില്ലല്ലോ. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ചെലവിന് മുമ്പ് ഉസ്താദന്മാരോട് മസാല ചോദിച്ച് കുട്ടിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് അത്ര ഉസാറുണ്ടാവില്ല. കാരണം മുന്നിലേക്ക് ചോദിച്ചിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം അത് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ എല്ലാം പറയാൻ കഴിഞ്ഞോണമെന്നില്ല. ഇനി പഠിച്ചു കഴിഞ്ഞവർക്കും എല്ലാം പറയാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചെലവില്ലാതെ എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ളതായ ഒരു മാർഗമാണ് ഈ ദർസ് എന്ന് പറഞ്ഞത്. കാരണം ദർസിലുള്ളത് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എല്ലാ മൂല്യന്മാർക്കൊക്കെ മനസ്സിലാവും. ശക്കല് അവല് പ്രകാരം അള്ളാഹു ഇസ്ബാത്ത് ചെയ്ത ഒരു സംഗതി ഇതിൽപ്പെട്ടതാണ്. ഉലമാ ഖൈറുൽ ബരിയ്യത്താണ് എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഉലമാ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാ അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥ ഉലമാ. അവനെ ശറഈന്റെ ഭാഷയിൽ ആലിം എന്ന് പറയും. അങ്ങനത്തെ അള്ളാഹുവിനെ പേടിക്കുന്നവനെ പറ്റി പറഞ്ഞു ഹും ഖൈറുൽ ബരിയ്യ, അവര് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാർ തന്നെ. അപ്പം അതിൻ്റെ നതീജ എന്തായി? ഫൽ ഉലമാഹു ഹും ഖൈറുൽ ബരിയ്യ, ഉലമാ ഖൈറുൽ ബരിയ്യത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാവിനെ മഹാന്മാർ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമാണ് നുബുവത്ത് എന്ന് പറഞ്ഞു. ആ നുബുവത്തിൻ്റെ മേലെ ലോകത്ത് ഒരു വലിയ സ്ഥാനം വേറെ ഒന്നുമില്ല. അല്ലാഹു ഒരാളെ നബിയാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയത്. ആ നുബുവത്തിനോട് അടുത്ത് നിൽക്കണമെന്നാണ് ഏത് ഇൽമ് കൊണ്ടിട്ട് ഒരാൾക്ക് ഇൽമു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ അനുഗ്രഹിക്കാതെ. പക്ഷെ അത് ഇൽമു കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെ ആവണമെന്ന് ചോദിച്ചാൽ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതുപോലെ ഇദാലൻ യകുലിൽ ഉലമാഉ ഔലിയാ ലില്ലാഹി ഫലൈസ ലില്ലാഹി വലിയ്യ. ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അള്ളാഹുവിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ
ഇവിടെ കാണുന്ന മൂല്യന്മാരൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരാണെന്ന് എല്ലാ വാക്കിന്റെ അർത്ഥം. ഒരു ആലിമിനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവമാണ്. അവനാണ് യഥാർത്ഥ ആലിം. ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന മഹത്താവുന്ന പദവി അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്നു. ആ പദവി ആലിമിലുണ്ടാവണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക, അള്ളാഹു നിരോധിച്ച സംഗതികളിൽ നിന്ന് വൈചിക്കുക. ഇതാണുള്ള വിലായത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയനെ നമ്മൾ അളക്കേണ്ടത് അത്ഭുതമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണുണ്ടോ നോക്കിയിട്ടല്ല. ഇസ്തിഖാമത്തിൻ്റെ മേലിൽ ആ മനുഷ്യനിക്ക് നിന്ന് പോരാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. കറാമത്ത് രണ്ട് ജാതിയാണ്. അതിന് മാനവിയായ കറാമത്തുകളുണ്ട്, ഹിസ്സിയായ കറാമത്തുകൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാനവിയാവുന്ന കറാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യർക്ക് ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കാനുള്ളതായ ഒരു തൗഫീഖ് അവർക്ക് കൊടുക്കുക. നിങ്ങൾ കണ്ടിയത്ത് ഉസ്താദിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? ആരെയും പൈസ കൊണ്ടേക്ക് കൊടുത്താൽ തന്നെ മുമ്പ് അത് എങ്ങനെ കിട്ടി, എവിടെ കിട്ടിയതൊക്കെ ചോദിച്ച് അധികം കൊടുത്താൽ തന്നെ ഇതിനെത്ര അധികം എനിക്ക് തന്നതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് പല ആലിമ്യങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുള്ളത്. അവരുടെ ഇരുത്തത്തിലും അവരുടെ എടുത്തത്തിലും അവരുടെ നടത്തത്തിലും ഒക്കെ നമുക്ക് പിൻപറ്റപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്, ആലിം, യഥാർത്ഥ ആലിം എന്ന് പറഞ്ഞാൽ അവൻ ആലിം അള്ളാഹുവിൻ്റെ വലിയ, അല്ലെങ്കിൽ ലോകത്ത് അള്ളാഹുവിനിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ആലിം എനിക്കുണ്ടായിത്തീരേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏത് നുബുവത്ത് എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, നബിമാരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ നുബുവത്തിൻ്റെ ബാത്തിന്, അതിൻ്റെ ഉള്ള് അത് വിലായത്താണ്. അങ്ങനെയാണ്. അതായത് ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്ന് പോരാ. അപ്പോൾ അമ്പിയാക്കന്മാരുടെ ഒപ്പം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ നബിൻ്റെ മകനായി ജനിച്ചുകൊണ്ടൊന്നും ഇവിടെ നബിയാവാൻ പറ്റില്ല. ഇപ്പം ചില നബിമാരൊപ്പം നടന്നതുകൊണ്ടല്ല ചില നബിമാർ നബിയായിട്ടുള്ളത്. ഇപ്പോൾ ഹാറൂൻ നബി നബിയായത് മൂസ നബിൻ്റെ ഒപ്പം നടന്നുകൊണ്ടല്ല. മൂസ നബിനെ നബിയാക്കിയതുപോലെ തന്നെ ഹാറൂൻ നബിനെ നബിയാക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെ പല നബിമാരൊപ്പം കൂടിയതുകൊണ്ട് പലരും നബിയായതല്ല. ചില നബിമാരെ മക്കളായതുകൊണ്ട് ചില ആളുകൾ നബിമാരായതല്ല. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി മുമ്പ് നബിയായത്, അല്ലെങ്കിൽ ഇസ്മായിൽ നബി നബിയായത് ഇബ്രാഹിം നബിൻ്റെ മകനായതുകൊണ്ടൊന്നല്ല. ഒരു നബിൻ്റെ മകനായി ജനിച്ചുകൊണ്ട് നബി എന്ന് അയാളെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബിയൊക്കെ എങ്ങനെ നബിയായി? അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിന് വേണ്ടി പ്രത്യേകം ഇഖ്തിയാർ ചെയ്ത് അള്ളാഹു ഇസ്തിഫാദ് ചെയ്ത ആളുകളാണ് അവർ. ഇസ്ഹാഖ് നബിൻ്റെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയാവുന്നത് ഇസ്ഹാഖ് നബിൻ്റെ മകൻ എന്നുള്ള നിലക്കല്ല. യാക്കൂബ് നബിൻ്റെ മകനാണ് യൂസുഫ് നബി. അവർ നബിയാവുന്നത് യാക്കൂബ് നബിൻ്റെ മകൻ എന്നുള്ള നിലക്കല്ല. അവർ ഈ ഓരോരുത്തരെയും ഒരു നബിൻ്റെ മകനായതുകൊണ്ടിട്ടോ അല്ലെങ്കിൽ നബിൻ്റെ ഒപ്പം സഞ്ചരിച്ച് കുറേ കാലം കൂടിയതുകൊണ്ടോ നബിയാവാൻ പറ്റൂല. ചിലപ്പോൾ ഒരു വലിയൻ്റെ ഒപ്പം കൂടിയാൽ ചിലപ്പോൾ വലിയാവാം. കാരണം നുബുവത്ത് പോലെയല്ല വിലായത്ത് എന്നുള്ളത്. നുബുവത്ത് അത് യഥാർത്ഥത്തിൽ അത് കസബിയത്തല്ല, അധ്വാനിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുള്ളത്. അത് ഹിബത്തു റബ്ബാനിയത്തുൽ യഹബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി. പക്ഷേ ഈ നുബുവത്തിൻ്റെ ബാത്തിന്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമാണ്. അതാണ് അമ്പിയാക്കന്മാരെ പറ്റി നമ്മൾ പറഞ്ഞത്. അൽ അംബിയാഉ മഅ്സൂമൂൻ അൻ കുല്ലി ഫിഅലിൻ ഔ ഖൗലിൻ ഔ ഹർക്കത്തിൻ ഔ സുകൂനിൻ അല്ലത്തി തുഖാരിഫു മഖാമഹുൽ അഅല. അമ്പിയാക്കന്മാർ അവരുടെ ആ ഉന്നതമാവുന്ന പദവിനോട് യോജിക്കാത്ത ഏതെങ്കിലും മോശമാവുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ അടക്കങ്ങളോ അല്ലെങ്കിൽ ചലനങ്ങളോ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അവർ എല്ലാവിധ ദോഷങ്ങളെ തൊട്ടും, വൻദോഷാവട്ടെ ചെറുദോഷാവട്ടെ, അതിനെ തൊട്ട് അവർ കാക്കപ്പെട്ടവരാണ്. അവർക്കതുണ്ടാവാൻ പാടില്ല. നുബുവത്ത് മുതൽ പ്രസവിക്കപ്പെട്ടോടെ മുതൽ നുബുവത്ത് വരെയുള്ള സന്ദർഭത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് മുഹഖിഖീകളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. വലോ ഖബുലൻ നുബുവത്ത്, ഇതാണ് മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത്. വലോ ഖബുലൻ നുബുവത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് എടുത്തത് മുത്തും
എന്നിട്ട് ഇബ്നു ഹജർ തങ്ങളെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ, നിങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങളെ പേരിൻ്റെ അവിടെ ഒന്ന് എടുത്തു. അപ്പോൾ രൂപത്തിൻ്റെ മുമ്പാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല, ഒരു ഉത്സവൻ മറന്നുകൊണ്ടാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അന്നിൽക്കാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. കാരണം വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങളെ ഹിദായത്തിലേക്ക് നൽകേണ്ട അവർക്ക് ഉള്ള മാതൃകാ പുരുഷന്മാരാണ്. അങ്ങനല്ലേ? മാനയില്ല വശറും മിസ്ലുക്കും, ഞാൻ നിങ്ങൾക്ക് മിഥിലാവേണ്ട, നിങ്ങൾക്ക് മാതൃകയാവേണ്ട ഒരു പുരുഷനാണ് ഞാൻ. നിങ്ങൾ സാധാരണ മനുഷ്യനല്ല ഞാൻ, നിങ്ങളൊക്കെ മാതൃകയാവേണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം യൂഹായിലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർ മാതൃകാ പുരുഷന്മാരാണ്. അവരുടെ നിന്ന് മോശമായ ഒരു പ്രവൃത്തി രൂപത്തിൻ്റെ മുമ്പും ഉണ്ടാവില്ല, രൂപത്തിന് ശേഷമുള്ള. കാരണം രൂപത്ത് നൽകപ്പെടുന്നത് വരെ തോന്നിയസം ചെയ്ത് നടക്കാൻ നിൽക്കുക. ഒരു സുപ്രഭാതത്തിൽ ഞാൻ നബിയാന്ന് പറഞ്ഞാൽ അന്നെ ഞങ്ങൾക്ക് അറിയാതല്ലേ പറയുള്ളൂ. ഇന്നലെ വരെ കാട്ടിക്കൂട്ടിയതിൻ്റെ തമ്മാടിത്തരങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, ഇപ്പം നന്നാകാൻ നോക്കണ്ടെന്ന് പറയുള്ളൂ. അപ്പം അവരെ അന്നിൽക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും നിലക്ക് പറയപ്പെടാൻ പറ്റുന്നതായ ഒരു വശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഉണ്ടാക്കൂല. അങ്ങനത്തെ അമ്പിയാക്കന്മാര് വാരിസ്യങ്ങളാണ് പണ്ഡിതന്മാർ. പക്ഷെ കാരണം എന്തുകൊണ്ട് നുബുവത്തിൽ സമ്പാദിക്കപ്പെടാൻ പറ്റാത്തതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബിൻ്റെ ആവശ്യപ്പെടില്ല. അതാണ് ഇവിടെ പല നബിയാണെന്ന് പറഞ്ഞ് ഏതോരുത്തരൊക്കെ പണ്ട് വന്നല്ലോ, പല ആളുകളും പല കള്ളന്മാരും. അഹമ്മദ് ഖാദിയാനിയൊക്കെ ഇവിടെ വന്ന് നമുക്കറിയാം. അപ്പോൾ നബിക്ക് ശേഷം മറ്റൊരു നബി വരേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം അല്ലാഹു നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്ത് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാൻ, പൂർണ്ണമായ ശരീഅത്താണ്. മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് നൽകപ്പെട്ടതുപോലുള്ള ശരീഅത്തല്ല. മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് നൽകപ്പെട്ട ശരീഅത്തുകൾ അത് ആ പ്രത്യേക കാലങ്ങൾക്ക് മാത്രമായിരുന്നു. അതിനൊരു അവധികളുണ്ടായിരുന്നു. ആ അവധിൻ്റെ ശേഷം അത് പ്രായോഗികമല്ല, അത്രേ ആവശ്യമുള്ളൂ. അപ്പം ഇതുപോലൊരു വിശാലമായ ഒരു ശരീഅത്ത് ഖിയാമത്ത് വരെ ഇവിടെ നിൽക്കേണ്ട ഒരു ശരീഅത്ത്, അതാണ് റസൂലുള്ളാഹിന്റെ ശരീഅത്ത്. തമ്മത്ത് പൂർണ്ണമായ ശരീഅത്താണ്. അത് സാദിഖത്താവുന്ന ശരീഅത്താണ്. അത് ആദിലത്താവുന്ന നീതിയല്ലാത്ത ഒന്നും അതിലില്ല. അങ്ങനത്തെ ശരീഅത്ത് അല്ലാഹു നൽകിയപ്പോൾ ഞാൻ നബിൻ്റെ ആവശ്യപ്പെടില്ല ആ ശരീഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി. ഇപ്പം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ നബി ആയിട്ടല്ലേ വരേണ്ടത്. അത് അപ്പോൾ അത് എന്ത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിമാർ ഇവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷെ നബിൻ്റെ ഈ ശരീഅത്ത് ഖിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കണം. അത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപന, ഇന്നാ നസൽന ദിക്ർ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഇത് നിലനിൽക്കേണ്ട കാലം വരെ നിലനിൽക്കും. അതിനൊരു വള്ളിക്കും പുള്ളിക്കും യാതൊരു നിലക്കുള്ളതായ വ്യത്യാസമില്ലാതെ നിലനിർത്തണം. അത് നിലനിർത്താൻ കഴിവുള്ള പണ്ഡിതന്മാർ വേണം. അതാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ആ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ ബാത്തിനാവുന്ന നുബുവത്ത് കൊണ്ടിട്ട് അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സ്ഥാപിച്ചവർ. ഒരാളിൽ നിന്ന് ഇർത്ത് കിട്ടണമെങ്കിൽ ഒരു ബന്ധമാണല്ലോ. ഇപ്പോൾ മകനിക്ക് വാപ്പൻ്റെ അനന്തരം കിട്ടണമെങ്കിൽ അയാളെ മകനാണ്. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്നും നുബുവത്ത് അനന്തരം ലഭിക്കപ്പെടുന്നത് നുബുവത്തല്ല. പിന്നെന്താ? അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ സമ്പാദിക്കണം. ആ സമ്പാദിച്ച ആലിമീങ്ങൾക്ക് മാത്രമേ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാവുന്ന ആലിമീങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ആ നിലക്കുള്ള ഉലമാ, അതാണ് ഇന്നമായ ഉലമാനിക്കുണ്ടാവേണ്ട സ്വഭാവം അള്ളാഹുവിനെ പേടിക്കലാണ്. ഇമാം ഷാഫി പറഞ്ഞതുപോലെ വിലായത്തിൻ്റെ സ്വഭാവങ്ങൾ അവരുണ്ടാവാം. ആ നിലക്കുള്ള ഉലമാവിനെ വളർത്തിയെടുക്കലാണ് നമ്മളെ ബാധ്യത. അതിൽ ഏറ്റവും അധികം ഉപകരിക്കുന്നതായ ഒരു സംവിധാനമാണ് ദർസ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇത് ദർസ് അങ്ങനെ എന്താ പഠിച്ച അതല്ല, പഠിച്ചിട്ട് എന്താ കിട്ടുക എന്നുള്ളവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. മഹാനാവുന്ന അബൂ ഹനീഫ തങ്ങൾ മൂപ്പരെ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. അത്താഖീല ഇന്നഹു മദ്ഹബുൽ അഇമ്മത്തി സലാസ എന്ന് പറയലുണ്ട്. ഇത് മൂന്നാളുടെ മദ്ഹബ്. അത്രമാത്രം അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി തങ്ങളും അബൂ യൂസുഫ് എന്നവർ. അപ്പോൾ അബൂ യൂസുഫ് എന്നവർ വളരെ ദരിദ്രമായ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു.
മൂപ്പര് ഒന്നും അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്ത് കൂഫ പള്ളിക്കൽ കിതാബ് ഓതാൻ വരും. അപ്പം കിതാബ് ഓതി ഇങ്ങനെ വന്ന് പോകുമ്പോൾ ഇയാളമ്മ എന്നും പറയും, എടാ ഈ ഇങ്ങനെ കിതാബ് ഓതാൻ പോയാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാതെ വയ്യൂല്ലോ, അതുകൊണ്ട് എന്നെ ഏതെങ്കിലും പീടി കൊണ്ടാക്കി തരാമെന്ന് പറയും. അങ്ങനെ തള്ള രാവിലെ പിടിച്ച് ഏതെങ്കിലും കടി കൊണ്ടാകും. കടിയിൽ നിന്ന് ഉമ്മ പോയാട് മൂപ്പര് ഇങ്ങോട്ട് പള്ളിക്കൊക്കെ ഓടും അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്ത് കിതാബ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളിപ്പോൾ ചെയ്യണമെങ്കിൽ നേരെ എതിരത്. നമ്മൾ കുട്ടികളെ പള്ളിക്കൊക്കെ ഉണ്ടാക്കിയാലും സ്കൂൾ ഉണ്ടാക്കിയാലും കുട്ടികൾ വേഗം അല്ലെ വാർപ്പിൻ്റെ പടിക്കോ അല്ലെങ്കിൽ വല്ല സിമെൻറ്റോ വെച്ചു കൊടുക്കാനാണ്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രണ്ട് സംഗതിയാണ് ഇപ്പോൾ മക്കൾക്ക് വേണ്ടത്, ഒന്ന് ഫോൺ നിറക്കണം, മറ്റൊന്ന് പള്ളിയിൽ നിറക്കണം. അപ്പം അതിനുള്ള പണിക്കാണ് കാരണം കുട്ടികൾ പോവുക. അപ്പം നമ്മളെ കുട്ടികൾ ചെയ്യുന്നതിൻ്റെ നേരെ എതിരാണ് അന്ന് അബൂ യൂസുഫ് എന്താ ചെയ്തത്. അമ്മ കൊണ്ടുപോയി വീടിലാക്കും, മൂപ്പര് വേഗം ഓടി അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്തേക്ക്. വൈകുന്നേരം വരുമ്പോൾ